ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന പുതിയ പരിശീലകൻ എന്ന് പറഞ്ഞാൽ BFCയുടെ പഴയ പരിശീലനാണ്. പുള്ളിയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരം വിജയിച്ചതോട് കൂടിയിട്ട് ആരാധകർ പഴയതെല്ലാം മറന്നു തുടങ്ങി. അതാണ് നമ്മളുടെ ഒരു ദുരവസ്ഥ. ഡേവിഡ് കാറ്റല എന്ന പരിശീലകൻ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അലയൊലികൾ ഒരിക്കലും ഒന്നും അടങ്ങാൻ പാടില്ല. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്രിയാൻ ലൂണയുടെ കാര്യത്തിൽ. അഡ്രിയാൻ ലൂണയെ പോലെ ഒരു താരത്തിനെ താൻ തൻ്റെ ടീമിൽ ആഗ്രഹിച്ചിരുന്നു. കാറ്റാല പറഞ്ഞുകൊണ്ടാണ് ലൂണയെ ലോണിൽ വിട്ടത് എന്നായിരുന്നു മാനേജ്മെന്റ് സൈഡിൽ നിന്നുള്ള മുടന്തൻ ന്യായീകരണം. കാറ്റാല പറഞ്ഞത് ലൂണയെ പോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു താരത്തിനെ എനിക്ക് ആവശ്യമായിരുന്നു, താരങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു ലീഡറെ എനിക്ക് ടീമിൽ ആവശ്യമായിരുന്നു. നിർഭാഗ്യവശാൽ ലൂണയെ എനിക്ക് കിട്ടിയില്ല. ലൈനുകൾ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന, എതിരാളികളുടെ ലൈനുകൾ ബ്രേക്ക് ചെയ്ത് ഗോളിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന, മനോഹരമായിട്ടുള്ള ത്രൂ പാസുകൾ കണ്ടെത്താൻ കഴിയുന്ന, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു താരത്തിനെ തനിക്ക് ആവശ്യമായിരുന്നു, ഒരു നേതാവിനെ തനിക്ക് ആവശ്യമായിരുന്നു. അത് ലൂണയായിരുന്നു. ലൂണയെ തന്നിൽ നിന്നും പറിച്ചകറ്റിയത് മാനേജ്മെൻറ്റാണ്. അങ്ങനെ ലൂണ ഇല്ലാതെ വന്നതുകൊണ്ടാണ് എനിക്ക് വിങ്ങുകളെ കൂടുതലായി ആശ്രയിക്കേണ്ടി വന്നത് എന്ന് പുള്ളി പറയുമ്പോൾ ഈ മാനേജ്മെൻറ്റ് ആ ഒരു പരിശീലകനോട് കാണിച്ച നെറുകേട് അത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. പരിശീലകനോട് മാത്രമല്ല, ഇവാനോടും സ്റ്റെഹറയോടും എല്ലാം ചെയ്തത് ഇത്തരത്തിലുള്ള നെറുകേടുകൾ തന്നെയാണ്. ഈ പുള്ളി അത് ഓപ്പണായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം. പക്ഷേ നമ്മളിങ്ങനെയാണ്. ബംഗളൂരു FCക്കെതിരെ നമ്മൾ ചരിത്ര വിജയം നേടി, സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ആ ചരിത്ര വിജയത്തിൻ്റെ ആഘോഷങ്ങൾക്കിടയിൽ ഇവർ ഇതുവരെ ചെയ്തു കൂട്ടിയ നെറുകേടുകൾ നമ്മൾ മറന്നു പോകരുത് എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ.